അവളെ ഇഷ്ടമാണല്ലേ? പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് ഭരത് തിരിഞ്ഞു നോക്കി. കീർത്തി. അവൻ ചിരിച്ചു. സ്നേഹിച്ച അവൾ ജീവൻ പറിച്ചു കൊടുക്കും. കീർത്തി പതിയെ പറഞ്ഞു. വെറുത്ത ചങ്കിനിട്ട് കുത്തുകയും ചെയ്യും. ഭരത് ചിരിച്ചു. വെറുതെ സ്നേഹിച്ചവരെ നോവിക്കാൻ അവൾക്ക് പറ്റില്ല. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ലല്ലോ. പിന്നെ ഏട്ടൻ അവൻ ചെയ്യുന്നതിൻ്റെ തിരിച്ചടി മാത്രമാണ് അവന് കിട്ടുന്നത്. അവൾ നേരത്തെ ചിരിയോടെ പറഞ്ഞു. ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും പിന്നെ എന്തിനാ? ഭരത് പതിയെ ചോദിച്ചു. ഒരു നിമിഷം മനസ്സ് തെറ്റിപ്പോയി. സ്വാർത്ഥതയും അത്യാഗ്രഹവും പിന്നെ ചുറ്റിലും വരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടപ്പോൾ മനസ്സ് കൈവിട്ടുപോയി. ഈ പറയാം ഇതൊന്നും അവളിലും വലുതല്ലെന്ന്. പക്ഷേ കീർത്തിയുടെ കണ്ണു നിറയുന്ന അവൻ കണ്ടു. പോട്ടെ. തെളിച്ചമില്ലാത്തൊരു ചിരി നൽകി കീർത്തി നടന്നു നീങ്ങി. ആരു മോളെ പ്രോഗ്രാം തുടങ്ങുന്നു നോക്കി ഫ്രണ്ട്സിന്റെ കൂടെ ക്യാൻറ്റീനടുത്തുള്ള മാവിന്റെ ചുവട്ടിലായിരുന്നു ആർച്ച. കണ്ണ് മാവിന്റെ മുകളിൽ ഉണ്ണിവാങ്ങയിലും മാവിൽ കല്ലെറിഞ്ഞ പ്രിൻസിപ്പൾ തൂക്കിയെടുത്ത് പുറത്തു കളയുന്നൊരൊറ്റ ഭയത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. പതിവില്ലാതെ അപശബ്ദത്തിലൊരു വിളി കേട്ടപ്പോഴേ ആർച്ചയ്ക്ക് അപകടം മണത്തു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. മുഴുവൻ പല്ലും കാണിച്ചിരിച്ചുകൊണ്ട് കോളേജ് ചെയർമാൻ അഭിഷേകും ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഈഷയും. ആർച്ച കണ്ണുകൾ കുറുക്കി അവരെ നോക്കി. അത്ര നല്ല ശരിയായി തോന്നുന്നില്ല. ആർച്ചയിലെ ഷെർലക് ഹോംസ് പല്ലുന്നകം കൂർപ്പിച്ച് ചാടി ഇറങ്ങി. ആരുമോളെ? അഭിഷേക് അവിടെ അടുത്തേക്ക് വന്നിരുന്നു. പറഞ്ഞു. കയ്യിലുള്ള തേൻമിഠായി രണ്ടെണ്ണം വായിലേക്കിട്ട് അവൾ അഭിഷേകിനെ നോക്കി. തേൻമിഠായിയുടെ കാര്യത്തിൽ മാത്രം നോ ഷെയറിങ്. ഇനിയിപ്പോൾ യുദ്ധം തന്നെ ഉണ്ടായാലും ശരി, തേൻമിഠായി മുഖ്യം ബിഗിലേ. അത് പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എബിൻ സാർ വരാൻ ഇത്തിരി താമസിക്കും. അവൻ നിന്ന് പരിങ്ങി ഇഷയെ നോക്കി. ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റാണ്. അയിന്? ആർച്ച പുരികമയർത്തി രണ്ടുപേരെയും നോക്കി. ഈ അയിനിലാണ് എല്ലാം തട്ടിത്തകർന്നു പോകുന്നത്. അത് പിന്നെ മോള് പോയിട്ടൊന്ന് മാനേജ് ചെയ്യാമോ? ഇഷ അവിടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. ഇതാണോ അയ്യേ? ആർച്ച പൊട്ടിച്ചിരിച്ചു. എന്റെ പൊന്നി ചേച്ചി, ഗസ്റ്റ് വരാൻ ലേറ്റ് ആകുമ്പോൾ ചെയ്യുന്ന സ്ഥിരം പരിപാടി നടത്തിയ പോരെ? പാട്ട് അല്ലെങ്കിൽ ഡാൻസ്? അവൾ നിസ്സാരമായി ചോദിച്ചു. അതൊക്കെ നോക്കി 3 കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് മനസ്സിലായി. പിന്നെ നല്ല ഭംഗിയായി കൂവി തോൽപ്പിച്ചു. മുട്ടക്കും തക്കാളിക്കും വില കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു അത് വന്നില്ല. പേപ്പർ ചുരുട്ടി എറിഞ്ഞു. ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ചെയർമാനാണത്ര ചെയർമാൻ. ചെന്നൊരു പ്രസംഗം കൂടെ നടത്തണം മിസ്റ്റർ. കേട്ടാ ചോര തിളക്കണം. ആർച്ചവനെ കളിയാക്കി. ഈഷ ചിരി കടിച്ചു പിടിച്ചവനെ നോക്കി. ഡേഡി കുട്ടിപ്പിച്ചാജ്. അഭിഷേക് അവിടെ തലയിൽ കുട്ടി. ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല നീ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞ പോലെ പിള്ളേരൊന്നും പഴയ പിള്ളേരല്ല. ഒരു നെടിവീർപ്പോടവൻ താടി രോമമില്ലാത്ത താടിയിൽ കൈ താങ്ങിയിരുന്നു. പക്ഷെ ബിലാല് പഴയ തന്നെയാണല്ലോ. ആർച്ച വാപുത്തി ചിരിച്ചു. പിന്നെ ആ ഡയലോഗും പറഞ്ഞ അവിടെ ചെന്ന് നിൽക്കാനേ എന്റെ പേര് മമ്മൂട്ടി എന്നല്ല, അഭിഷേക് എന്നാ. അവൻ കണ്ണുരുട്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആർച്ച താടിയിൽ കൈതാങ്ങിയിരുന്നു. അതെ, കുറച്ചു ദിവസം മുമ്പ് മോള് മിസ്സില്ലാതിരുന്ന ഒരു ദിവസം ക്ലാസ്സിൽ നടത്തിയൊരു പ്രകടനല്ലേ, അതൊന്ന് പുറത്തെടുക്കണം. മുഴുവൻ പല്ലും കാണിച്ച് മുന്നിലിരിക്കുന്ന അഭിഷേകിനെ ആർച്ച കനപ്പിച്ചെന്ന് നോക്കി. ഉവ്, പിള്ളേർക്ക് കൂടി എന്നെ തല്ലി കൊന്നോട്ടേന്ന് അല്ലേ? അന്ന് എന്റെ ക്ലാസ്സിൽ 50 പിള്ളേരാ മുന്നിലിരുന്ന്. ഇതങ്ങനെയല്ല. ഫസ്റ്റ് സെക്കൻഡ് എന്ന് വേണ്ട, ഈ കോളേജിൽ ആർക്കൊക്കെ മലയാളം അറിയാമോ, മലയാളം ക്ലബ്ബിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ അവിടെയുണ്ട്. പോരാത്തിന് ടീച്ചേഴ്സും. എന്റെ ക്ലാസ്സിലെ പിള്ളേരെന്റെ ചളിയും സഹിച്ച് ഇരുന്ന പോലെ അവരിയ്ക്കൂല. അവൾ ചാടി എഴുന്നേറ്റു. നോട്ട് വാക്കിംഗ് ചേട്ടാ, നോട്ട് വാക്കിംഗ്. നടക്കില്ല ചേട്ടൻ. ഡാൻസോ ചവിട്ട് നാടകമോ ഓട്ടംതുള്ളലോ പൊറാട്ട് നാടകമോ എന്ത് വേണമെങ്കിലും നോക്ക്. ആർച്ച അടുത്ത സെറ്റ് തേൻമിഠായി വാങ്ങിക്കാൻ ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു. 2000. അഭിഷേക് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ആർച്ച അവിടെ നിന്ന് അവൻ കൂർപ്പിച്ച് നോക്കി. 5000. അവൻ എഴുന്നേറ്റ് വന്നു. സംഭവം പൊളിഞ്ഞാലും ഇല്ലെങ്കിലും 5000 ഉറപ്പ്. അവൻ ആർച്ചയുടെ കൈ പിടിച്ചു. ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ? താടി ചൊറിഞ്ഞൊരു കണ്ണിറുക്കി ചോദിക്കുന്നവളെ കണ്ട് അഭിഷേകിന് ചിരി വന്നുപോയി. അവൻ പതിയെ ഇല്ലെന്ന് തലയാട്ടി. ആർച്ചയൊന്ന് മൂളിക്കൊണ്ട് ഓഡിറ്റോറിയത്തിന് നേരെ നടന്നു. അതെ, സംഗതി കയ്യിന്ന് പോയി എന്നെ ഊരിയെടുക്കണം. 2 അടി മുന്നിലേക്ക് വെച്ചവൾ തിരിഞ്ഞു നോക്കി. അഭിഷേക് കണ്ണി ചിമ്മി കാണിച്ചു. വേണോ അഭി? സംഭവം സക്സസ്സായില്ലെങ്കിൽ പിള്ളേര് നാളെ മുതൽ അവളെ കളിയാക്കി കൊന്ന് കുരിശിലേറ്റും. ഈശ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. അഭിഷേക് കണ്ണി ചിമ്മി ചിരിച്ചു. ഹ, പൊട്ടിയാലൊരു കൂവൽ, കേട്ടിയാലൊരു 5000. ആർച്ച് 2 കൽപ്പിച്ച് കയറി ചെന്നു. 2 വശത്തുമായി 4 ഡോറുകളും അതിൽ കൂടുതൽ ജനാലകളുമുള്ള ഹാളാണ്. വാവ്, ചാടി ഇറങ്ങിയോടെ ഒരുപാട് വഴികളുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കണ്ടമുണ്ട്. കണ്ടം വഴി ഓടാം. കമോൺ ആരു, കമോൺ. ആർച്ച സ്വയം മോട്ടിവേറ്റ് ചെയ്തു. മുന്നിലേക്ക് നോക്കിയത് അവൾ. ഈശോയേ! HOD അബ്ദുറഹിമാൻ സാറ് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിലിരുന്ന് പല്ലി പൊക്കി ഉറക്കം തൂങ്ങിയത് പുള്ളി മറന്നു കാണണേ ദേവി. ആർച്ച അയാൾക്ക് പുറകിലേക്ക് കണ്ണോടിച്ചു.
സ്റ്റുഡൻസ് എല്ലാം അന്യഗ്രഹ ജീവിയെ പോലെ അവൾ നോക്കുന്നുണ്ട്. അന്തസ് കോളേജ് മുഴുവൻ ഉണ്ടെന്നാ തോന്നുന്നു. വഴി തെറ്റി വന്നതാണെന്ന് പറഞ്ഞാലോ? വേണ്ട, ചിലപ്പോൾ ലൊക്കേഷൻ അയച്ചു തരും. എന്താ അർച്ച? അബ്ദുറഹ്മാൻ സാറിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഹാളിൽ മുഴുവൻ കേൾക്കും വിധം മുഴങ്ങി. മൊത്തം നിശബ്ദത. ഇത്രയും നല്ല പിള്ളേരോ? അത് പിന്നെ സാർ, ഇതിലൂടെ എളുപ്പത്തിൽ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുന്ന ആരോ പറഞ്ഞു. അതൊന്ന് നോക്കാൻ വന്ന. ഇപ്പൊ മനസ്സിലായി. ഇല്ല, പോകാൻ പറ്റില്ല അല്ലേ? തെറ്റുപറ്റിപ്പോയി. ഭയഭക്തി ബഹുമാനത്തോടെ കുട്ടി ഉത്തരം കൊടുത്തു. അയാൾ കണ്ണടക്കുള്ളിലൂടെ കണ്ണടക്കാതെ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. മറുപടിയായി മുഴുവൻ പല്ലും കാണിച്ച് അവൾ ചിരിച്ചു കൊടുത്തു. സാറ് ഫോണിലേക്ക് നോക്കി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആർച്ച് തിരിഞ്ഞ് ഡോറിനടുത്തേക്ക് നോക്കി. അഭിഷേകിനെ കണ്ണുരുട്ടി നോക്കി പല്ല് ഞെരിച്ചു. തരാട്ടാ, അവൾ പതിയെ ചുണ്ടനയ്ക്ക് പറഞ്ഞു. പിന്നെ മൈക്കിന് മുമ്പിലേക്ക് നീങ്ങി നിന്നു. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഞാനെന്തിനാ ഇവിടെ കയറി നിൽക്കുന്നതെന്ന്. വേറൊന്നുമല്ല, സിമ്പിൾ ആയി പറഞ്ഞ ഈ ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരാന്ന് പറഞ്ഞ ഡയറക്ടർ എബിൻ ജോർജ് എത്താൻ കുറച്ച് താമസിക്കും. അതുവരെ നിങ്ങളെ ഒന്ന് പിടിച്ചിരുത്തണം. ആർച്ച് എല്ലാവരെയും നോക്കി. അവരും പരസ്പരം നോക്കി. അടുത്ത നിമിഷം കൂലിയർന്നു. മൈക്ക് ഓഫ് ചെയ്ത് അല്പം മാറിന്ന് ആർച്ച മൊത്തത്തിലും നോക്കി. പിന്നെ അവൾ ഉച്ചത്തിൽ കൂവി. കൂവിക്കൊണ്ടിരുന്ന പിള്ളേര് വാവൊളിച്ച് നിന്നു. സോറി, എന്താന്ന് അറിഞ്ഞൂടാ. ആരെങ്കിലും കൂവുന്ന കാണുമ്പോ കൂടെ കൂവില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമാണെന്നേ. ഒരു കുലുക്കുമില്ല മുന്നിൽ പറയുന്ന ആർച്ചയെ കണ്ട അഭിഷേകിന് പോലും ചിരി വന്നുപോയി. എന്നെ ഓടിക്കാൻ കൂവിയതാണെങ്കിൽ ഇതൊന്നും മതിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവൾ ചിരിച്ചു. സ്റ്റുഡൻസ് നിൽക്കുന്നതിന്റെ ഏറ്റവും പുറകിൽ നിന്ന് വിസിൽ ശബ്ദം കേട്ട അവൾ ശ്രദ്ധ അവിടെ പതിഞ്ഞു. വിവിയും മനുവും. ആർച്ച കൈ ഉയർത്തി വീശി. എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്റെ ഫ്രണ്ട്സാ മനുവും വിവിയും. പക്ഷെ എന്റെ ബെസ്റ്റ് എന്റെ അച്ഛനാണ് കേട്ടോ. എന്റെ അച്ഛനൊരു സംഭവമല്ല, വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടും വീട്ടിൽ അമ്മയുടെ മുന്നിലെത്തുമ്പോഴേ അതിൽ നിന്ന് എന്നെ ഊരിയെടുക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ക്ലേശകരമായ ജോലി ചെയ്യുന്ന എന്റെ അച്ഛനാണ്. എന്റെ മാത്രമല്ല, മിക്കവാറും അച്ഛന്മാർ ഇങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ പറയുന്ന മുഴുവൻ വഴക്കും കേട്ട് അവസാനം ഒരൊറ്റ ഡയലോഗിൽ ഇതൊക്കെ കോംപ്ലിമെന്റ് ആക്കും. നമ്മുടെ മോളല്ലേ എന്ന് ആർച്ച ചിരിച്ചു. പെൺകുട്ടിയുടെ ആദ്യത്തെ ഹീറോ എപ്പോഴും അച്ഛനാണ്. എനിക്ക് അവള് നിർത്തി എല്ലാവരെയും നോക്കി. അച്ഛന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ. അത്ര ഫ്രണ്ട്ലി അല്ല, സ്ട്രിക്റ്റും അല്ല. ഞങ്ങൾ രണ്ടുപേരുടെ ഒരു സുഹൃത്ത്. തൽക്കാലം നൊച്ചനേലിന്ന് വിളിച്ചോ, അല്ല നങ്ങേലിന്ന് വിളിച്ചോ. ഹയർ സെക്കൻഡറി ഒരേ സ്കൂളായിരുന്നു, പക്ഷേ സബ്ജക്ട് വേറെ. കൃത്യം 18 വയസ്സായതിന്റെ അടുത്ത ദിവസം നങ്ങേലി കാമുകന്റെ കൂടെ ഒളിച്ചോടി പോവാൻ പോയി. പോകുന്ന വഴിയിൽ ആരോ ഒരാൾ നങ്ങേലിയെ കണ്ടു. വലിയ ബാഗൊക്കെ തൂക്കിയാണ് പുള്ളിക്കാരി പോകുന്നത്. എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ ബന്ധുവീട്ടിൽ പോകുന്നതാണെന്നും ഒറ്റക്കാണെന്ന് ചോദിച്ചപ്പോ അതേന്നും മറുപടി കൊടുത്തു. സംശയം തോന്നിയെങ്കിലും പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് സംഭവം വിട്ടുകളഞ്ഞു. നങ്ങേരി കൂളായി കാമുകന്റെ കൂടെയും പോയി. ആർച്ച നിർത്തി. എല്ലാവരും കഥയുടെ അടുത്തറിയാനുള്ള ആകാംക്ഷയിലാണ്. സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നപ്പോഴാ ഞങ്ങൾക്ക് ഈ കഥ അറിയുന്നത്. ഇതൊക്കെ എല്ലാ വീട്ടിലും ചർച്ചയാവുന്നതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലും ചർച്ചയ്ക്ക് എടുത്തത്. കഥയൊക്കെ കേട്ടുകഴിഞ്ഞ് അവിടെ അച്ഛൻ അവളെ സൂക്ഷിച്ചു നോക്കി. കൂടെ അമ്മയും. ഒരു ഭീഷണി, ഉപദേശം, സെന്റി, വളർത്താനുള്ള കഷ്ടപ്പാടിന്റെ കണക്ക്, 10 മാസം ചുമന്നതിന്റെ വേദന, ഇതൊക്കെ പ്രതീക്ഷിച്ചെന്ന് അവളോട് അവിടെ അച്ഛൻ പറഞ്ഞു. മോള് പോകുമ്പോ ഒറ്റക്ക് ബാഗും തൂക്കി പോകണ്ട, അച്ഛൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടണം എന്ന് ആർച്ച താടിയിൽ കൈ കൊടുത്തു നിന്നു. ഹാളിൽ അടുത്ത നിമിഷം ആർത്തലച്ചൊരു ചിരിയായിരുന്നു. ആത്തുവരെ എങ്ങനെ വായി നോക്കി നടന്ന പെണ്ണ അവളുടെ അച്ഛന്റെ ഒരു ഒറ്റ ഡയലോഗിൽ അതങ്ങ് നിർത്തി. ആർച്ച നെടുവീർപ്പെട്ടതും വീണ് കൂട്ടശ്ശേരി ഉയർന്നു. മൈക്ക് കയ്യിലെടുത്ത് അവൾ സ്റ്റേജിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി നിന്നു. പ്ലസ് ടു കാലം ഭയങ്കര സംഭവമായിരുന്നു. 100% വിജയമാത്ര ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച സ്കൂളായിരുന്നു എന്റേത്. അവരുടെ ഭാഗ്യമോ എന്റെ നിർഭാഗ്യമോ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. ഞങ്ങളുടെ ഗുണം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ 8:30 സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായി. 8 മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന ഞങ്ങൾക്ക് 8:30 സ്പെഷ്യൽ ക്ലാസ് ബാലികേറ മല തന്നെയായിരുന്നു. പക്ഷെ പ്ലസ് ടു ജീവിതത്തിന്റെ വഴിത്തിരിവാണല്ലോ. 10ാം ക്ലാസ് ജീവിതത്തിന്റെ പ്രധാന വഴിത്തിരിവാണെന്ന് പറഞ്ഞപ്പോ കല്ലി അതോടെ തീർന്നെന്ന്. പിന്നെ അറിഞ്ഞത് വഴിത്തിരിവുകളുടെ ആദ്യത്തെ തിരിവ് മാത്രമായിരുന്നു അത്. പിന്നെ ചെറുതും വലുതും മെസ്സും ആറൊക്കെ ആയിട്ട് കൊട്ടക്കണക്കിന് തിരിവ് ഇനിയും വരാനുണ്ടെന്ന്. ആർച്ച നിരാശാഭാഗത്തിൽ തലയാട്ടി. ഇത്തവണ ഹാളിന്റെ പല ഭാഗത്തുനിന്ന് വിസിൽ ശബ്ദം ഉയർന്നു കേട്ടു. പറഞ്ഞു ഞാൻ കാടും കുന്നും മലയും കയറിപ്പോയി രാജ്യം തന്നെ വിട്ടു. എന്താ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു? സ്പെഷ്യൽ ക്ലാസ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സ്ഥിരം പോകുന്ന ബസ് സ്കൂളിന്റെ അടുത്തുള്ള സ്റ്റോപ്പിലെത്തുന്ന 8:15 അത് കഴിഞ്ഞ് ബസ് 8:25 എത്തും. സ്കൂളിലേക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങൾ നടന്നെത്തുമ്പോൾ അത് 10 മിനിറ്റ് ആകും. സ്വാഭാവികം. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ സ്റ്റോപ്പിന് തൊട്ടുമുമ്പുള്ള സ്റ്റോപ്പിലിറങ്ങി ഒരു വീടിന്റെ മതിൽ ചാടിയ ഒരു 2 മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്താം. വെറുതെയാണോ ആളുകൾ വളഞ്ഞ വഴി സ്വീകരിക്കുന്നേ? ഈണത്തിൽ പറയുന്നിട്ട് ഡോറിനരികിൽ നിന്ന് അബ്ദുറഹിമാൻ സാർക്ക് ചിരിച്ചുപോയി. ഫോൺ പോക്കറ്റിലിട്ട് അയാൾ ഡോറിലേക്ക് ചാരിന്ന് അവൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം ആദ്യത്തെ ബസ് മിസ്സായി. 2ാമത്തെ ബസ്സിന് ചെന്നാൽ സ്വാഭാവികമായിട്ടും വൈകും. ലേറ്റ് ആയി ചെന്നാൽ സാറ് പുറത്തെടുത്തു. വേറെ വഴിയൊന്നുമില്ലാതെ മതിൽ ചാടാൻ തീരുമാനിച്ചു. സംഭവം ബോധിച്ചു ഞങ്ങൾക്ക്.
കാരണം അതിനടുത്ത് മാങ്ങ, ചാമിക്ക, സപ്പോട്ട, ഉയ്യോ ഒന്നും പറയണ്ട. പോരാതിന് ഇത്തിരി ഗ്ലാമറുള്ള ഒരു ചേട്ടനുണ്ട് ആ വീട്ടിൽ. എനിക്ക് വയ്യ. പതിവ് ഒരു ദിവസം പെട്ടെന്ന് ഹായ് കൊടുത്ത് ചാമ്പക്കയും പറിച്ച് മതിരിയാടി സ്കൂൾ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തു. എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെടാത്ത 2 കാല് പെട്ടെന്ന് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒന്നും നോക്കിയില്ല, സാഷ്ടാംഗം വീണു. പുരുഷൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന്. ഹാളിൽ ചിരി ഉയർന്ന ആർച്ചോ നിർത്തി. മനു പുറകിൽ നീട്ടി വിസിലടിച്ചു. മുകളിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത്രയും വൃത്തിയുള്ള ഷൂ ഇട്ടിട്ട് വരുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ, പ്രിൻസിപ്പൽ. പുരുഷൻ ഞങ്ങളെ നന്നായിട്ട് അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന്റെ കൂമ്പാരായിരുന്നു എന്റെ പൊന്നു. അന്ന് മുഴുവൻ ക്ലാസിന്റെ പുറത്ത് സ്കൂൾ കോമ്പൗണ്ട് ക്ലീനിങ്, അതും പോലെ പാരന്റ്സിനെ വിളിച്ച് വരുത്താനും പറഞ്ഞു. അതിലൊക്കെ വലിയ അനുഗ്രഹം. ആ മതിലിന് അങ്ങ് ഉയരം കൂട്ടി. സമയം 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് ആയി, 15 മിനിറ്റ് ആയി. ആർച്ച വാച്ചിലും നോക്കി. ഞാനിങ്ങോട്ട് കയറി വരുമ്പോ എല്ലാവരും കരുതി കാണും എന്ത് ധൈര്യത്തിലാണ് കയറി വന്നതെന്ന്. ആ മാവിൻ ചോട്ടിൽ മാങ്ങ നോക്കിയിരിക്കുമ്പോഴാണ് 5000 രൂപ അഭിഷേകന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. റിസ്ക് എല്ലാം റസ്ക് സാപ്പിടുന്ന മാതിരി എന്നാണല്ലോ പുതിയ ചൊല്ല്. കണ്ണി ചിമ്മിച്ചിരിച്ച ആർച്ച മൈക്ക് ഓഫ് ചെയ്ത് തിരികെ വെച്ച് കൈവീശി കാണിച്ച് പുറത്തേക്ക് നടന്നു. പുറകിൽ കൈയടിയും വിസിൽ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ആർച്ചയുടെ പെർഫോമൻസ് കോളേജ് ഗ്രൂപ്പിൽ എത്തിയിരുന്നു. മലയാളം ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് മറ്റുള്ളവരിലേക്കും അധ്യാപകരിലേക്കും കൂട്ടുകാരുടെ ഇടയിലേക്കും ഒക്കെ അത് പതിയെ വ്യാപിച്ചു തുടങ്ങി, കൊറോണ വൈറസ് പോലെ. ചുരുക്കത്തിൽ കയ്യും വീശി സ്റ്റേജിലേക്ക് കയറി വന്ന കുട്ടിയാ 5000 രൂപ ഇത്തിരി പ്രശസ്തി പത്രം കൂടെ എടുത്തിട്ടാണ് തിരികെ ഇറങ്ങിയത്. എബിൻ ജോർജ് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന മനുഷ്യനെ ആർച്ച നോക്കി. ആർച്ച കൃഷ്ണകുമാർ. ഹൃദ്യമായ ഒരു ചിരിയോടെ അവൾ തിരികെ കൈകൊടുത്തു.